വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് കറണ്ട് ബില്ല് എങ്ങനെ കുറയ്ക്കാം എന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് കാണിച്ചിട്ടുള്ള ഒരു വീഡിയോയിൽ കറണ്ട് ബില്ല് കുറയ്ക്കുന്നതിനെ കുറിച്ചിട്ട് എൻ്റെ വീട്ടിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് സോളാർ ഇല്ലാണ്ടും കറണ്ട് ബില്ല് കുറയ്ക്കാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാനായിട്ട് പോണത്. അപ്പോൾ ഒരു സാധാരണഗതിയിൽ ഇപ്പോൾ ഒരാളുടെ വീട്ടിൽ വരുന്ന കറണ്ട് ബില്ല് എന്ന് പറയുന്നത് ഏകദേശം 900 രൂപ അല്ലെങ്കിൽ 1000 രൂപ 1200 രൂപ മിനിമം വരുന്നുണ്ട്. അപ്പോൾ അത് ആ ഒരു ബില്ലിനെ നമുക്ക് കുറയ്ക്കാനായിട്ട് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? അല്ലെങ്കിൽ ഇനി ഒരു പുതിയ വീട് പണിയുമ്പോൾ നമ്മൾ ഏത് തരത്തിലുള്ള ഫാനുകൾ എടുക്കണം കറണ്ട് ബില്ല് കുറയ്ക്കാൻ വേണ്ടിയിട്ട്? ഏത് ടൈപ്പ് ഫ്രിഡ്ജ് എടുക്കണം? എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ വയറിങ്ങിൽ മാറ്റം വരുത്തണം? ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. വേനൽക്കാലം കടുത്തതോടെ നമുക്കറിയാം എല്ലാവരുടെയും വീട്ടിൽ ഫാൻ 24 മണിക്കൂറും വർക്ക് ചെയ്യുന്ന ഒരു ആ, വസ്തുവാണ് ഫാൻ. അപ്പൊ ഈ ഫാന്റെ ഒരു പ്രത്യേകത നമുക്കറിയാൻ പറ്റും. നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന സാധാരണ ഫാൻ എന്ന് പറയുന്നത് 90 വാട്ട് ഉപയോഗിക്കുന്നതാണ്, ഇൻഡക്ഷൻ ഫാനുകൾ. അപ്പൊ അത് നമുക്ക് ഏകദേശം ഒരു 10 മണിക്കൂറുകളൊക്കെ വർക്ക് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു യൂണിറ്റ് കറണ്ടിന്റെ അടുത്തേക്ക് പോകും. അപ്പൊ നമുക്കറിയില്ല. അപ്പൊ നമുക്ക് നോക്കുമ്പോൾ വൈകുന്നേരം സോളാർ ഉണ്ടായി കഴിഞ്ഞാലും വൈകുന്നേരം നമ്മൾ സോളാറിന്റെ സപ്പോർട്ട് നമുക്ക് ഏകദേശം ഒരു കാലത്ത് 9 മണി മുതൽ വൈകുന്നേരം ഏകദേശം ഒരു 5:30 അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 6:30 അല്ലെങ്കിൽ ഒരു 7 മണി വരെയൊക്കെയാണ് നമുക്ക് കിട്ടുക. അതിനുശേഷം നമുക്ക് ഉപയോഗിക്കേണ്ട വരുന്നത് നമ്മുടെ ഇലക്ട്രിസിറ്റിയിൽ നിന്ന് എടുത്തിട്ടാണ് ഈ ഫാൻ വർക്ക് ചെയ്യാറ്. അപ്പൊ നമ്മുടെ സീലിംഗ് ഫാൻ സാധാരണഗതിയിൽ ഒരുപാട് ടൈം വർക്ക് ചെയ്യാനായിട്ട് ഇട വന്നു കഴിഞ്ഞാൽ നല്ലൊരു ഇലക്ട്രിസിറ്റി കൺസപ്ഷൻ വരും. അപ്പൊ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലും ഒരു 2 3 ഫാൻ വേനൽക്കാലം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ ടൈം കിടന്ന് കറങ്ങണതാണ്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മൾ ഉപയോഗിക്കേണ്ട ഫാനാണ് BLDC, ബ്രഷ്ലെസ് മോട്ടോർ ഫാൻ, DC ഫാൻ. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സാധാരണ സീലിംഗ് ഫാൻ 30 വാട്ടാണ്, അല്ല, സാധാരണ സീലിംഗ് ഫാൻ 90 വാട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ BLDC ഫാൻ യൂസ് ചെയ്യണത് അതിന്റെ ഫുൾ സ്പീഡിൽ 30 വാട്ട് അല്ലെങ്കിൽ 28 വാട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതാണ് അതിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ്. പിന്നെ സാധാരണ ഫാൻ കുറെ നേരം ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്ക് അതിന്റെ അടിവശത്ത് തൊട്ട് നോക്കിയാൽ കാണാം നന്നായിട്ട് ചൂടാവും. പക്ഷെ ഈ ഫാന് അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നില്ല. ഇപ്പൊ ഞാനിവിടെ എന്റെ വീട്ടിൽ യൂസ് ചെയ്തിരിക്കുന്നത് ആറ്റംബർഗ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ BLDC ഫാനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിന് ഏകദേശം 3 വർഷം വാറണ്ടി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. മാർക്കറ്റിൽ നിന്ന് ആറ്റംബർഗ് മാത്രമല്ല ഒരുപാട് കമ്പനികളുടെ പ്രൊഡക്റ്റ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഫാൻ കറങ്ങുന്ന ഏരിയയിലേക്ക് നമ്മൾ BLDC ഫാൻ സെലക്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ വീടുകളിൽ നമുക്ക് നോക്കിയപ്പോൾ BLDC ഫാൻ ഒന്നോ രണ്ടെണ്ണം വാങ്ങിയിട്ടത് കൊണ്ട് കറണ്ട് ബില്ല് കുറയില്ല. പക്ഷെ നമ്മുടെ ഏറ്റവും കൂടുതൽ ഇപ്പൊ നമ്മൾ TV കാണാനിരിക്കുന്ന ഹാള് അതുപോലെ ബെഡ്റൂമുകളിലൊക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഫാൻ കറങ്ങാം. ഒരു വീട്ടില് ഇലക്ട്രിസിറ്റി ബില്ല് കൂടുന്നതിന്റെ മെയിൻ റീസൺസ് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് നമ്മുടെ ഫ്രിഡ്ജ്. ഫുൾ ടൈം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ഫ്രിഡ്ജ്. 24 മണിക്കൂറും നമ്മുടെ KSEBിയിൽ കിടക്കുന്നതാണ്. അപ്പോൾ അതിന്റെ കൺസെപ്ഷൻ എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞ ലെവലിലായിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യമായിട്ട് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സാധനമാണ് ഈ പറയുന്ന ഫാൻ. അപ്പൊ ആ ഫാൻ ഏറ്റവും കുറഞ്ഞ കറണ്ടിൽ വർക്ക് ചെയ്യുന്ന ടൈപ്പ് ഫാൻ ആയിരിക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം. അപ്പൊ ഇന്ന് മാർക്കറ്റിൽ നമുക്ക് BLDC ഫാൻ നമുക്ക് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൈലബിൾ ആണ്. ഏറ്റവും വാറണ്ടി കൂടുതലായിട്ടുള്ള ഫാനുകൾ നമ്മൾ തിരഞ്ഞെടുക്കുക. സാധാരണ ഒരു ഫാനിനെ അപേക്ഷിച്ച് നമുക്ക് സാധാരണ ഫാനൊക്കെ ഒരു ഏകദേശം 1200 രൂപ 1300 രൂപ കിട്ടും മാർക്കറ്റിൽ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ BLDC ഫാനിലേക്ക് വരുമ്പോൾ ഏകദേശം 3200 രൂപ 3300 രൂപ നല്ല പ്രൊഡക്റ്റ്, നല്ല 3 വർഷം വാറണ്ടി ഉള്ള ഒരു പ്രൊഡക്റ്റ് ഉള്ള ഫാന് നമുക്ക് ആവശ്യം വരും. പക്ഷെ ആ ഒരു പൈസ നമുക്ക് ഇലക്ട്രിസിറ്റി ബില്ലിൽ കുറഞ്ഞു കിട്ടും. അപ്പൊ എല്ലാ ആളുകളും ഇതേപോലെ ഫാൻ കേടപ്പ് നിലവിലുള്ള ഫാൻ നമുക്ക് എന്താ പറയാ ഊരിക്കളഞ്ഞ് BLDC ഫാൻ മേടിക്കണം എന്നല്ല ഞാൻ പറയണേ. ഫാൻ കംപ്ലൈന്റ് ആവുമ്പോൾ അടുത്ത ജനറേഷനിൽ വാങ്ങേണ്ട ഫാനുകളെല്ലാം സാധാരണ ഫാൻ വാങ്ങാതെ ഈ പറഞ്ഞിട്ടുള്ള നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള കമ്പനികളുടെ ഇപ്പൊ ആറ്റംബർഗ് അതുപോലെ ഒന്ന് രണ്ട് മൂന്ന് നല്ല ബ്രാൻഡുകൾ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്നത് ആറ്റംബർഗ് ആണ്. അപ്പൊ അതുപോലെയുള്ള ഫാനുകൾ വാങ്ങി നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഏറ്റവും കൂടുതൽ യൂസേജ് എവിടെയാണുള്ളത് അവിടെ നമ്മൾ ഈ പറയുന്ന BLDC ഫാൻ വാങ്ങിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് നേർ പകുതിയിലേക്ക് വരും കറണ്ട് ബില്ല്. ഇപ്പൊ നമ്മൾ അടച്ചുകൊണ്ടിരിക്കുന്ന ബില്ലിന്റെ നേർ പകുതിയിലേക്ക് വരും. ഒരു സാധാരണ സീലിംഗ് ഫാൻ 230 വോൾട്ട് AC-യിലാണ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ BLDC ഫാൻ നമ്മൾ ഫാനിലേക്ക് കൊടുക്കണ കണക്ഷൻ എന്ന് പറയുന്നത്, ഇവിടെ കൊടുക്കണ കണക്ഷൻ എന്ന് പറയുന്നത് 230 വോൾട്ട് ആണ്. പക്ഷെ ഇതിനകത്ത് വെച്ച് DC ആക്കി കൺവേർട്ട് ചെയ്തിട്ട് 24 വോൾട്ടിലാണ് ഈ ഫാൻ വർക്ക് ചെയ്യണത്.
മനസ്സിലായില്ലേ? അപ്പൊ ഇത് 12 വോൾട്ടിൽ വർക്ക് ചെയ്യണ ഫാനുണ്ട്, 24 വോൾട്ടിലും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് DC-യിലായതുകൊണ്ട് ഈ മോട്ടർ ചൂടാവില്ല. അപ്പൊ ഇതിനകത്തൊരു മാഗ്നറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു വൈൻഡിങ് ഉണ്ട്. കോപ്പറിലാണ് ആ മോട്ടർ വൈൻഡ് ചെയ്തെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റിയിൽ എന്താ പറയാ മാക്സിമം കറണ്ട് ബില്ല് കുറയ്ക്കാൻ പറ്റാവുന്ന ഒരു സെറ്റപ്പ് BLDC ഫാനിലുണ്ട്. പിന്നെ സാധാരണ ഫാനിനെ അപേക്ഷിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനകത്ത് അഡീഷണൽ ആയിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, ഇത് നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ആറ്റംബർഗിന്റെ കമ്പനി നമുക്ക് നോക്കിയാൽ കാണാം. ഇതിന്റെ PCB ഒക്കെ വളരെ ചെറിയ ഈ റൗണ്ടിനുള്ളിലേക്ക് തന്നെ കൊണ്ടുവരാനായിട്ട് അവർ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ നല്ല ബ്രാൻഡഡ് കമ്പനിയാണ് ആറ്റംബർഗ്. അതുപോലെ തന്നെ ഇതിൽ ഒരുപാട് ഫീച്ചർ ഉണ്ട്. അവരെ റിമോട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. വളരെ ചെറിയ റിമോട്ടാണ്, നല്ല സ്റ്റൈലിഷ് റിമോട്ടാണ്. ഇപ്പൊ ഇതിനകത്ത് ടൈമർ ഉണ്ട്, സ്പീഡ് കൂട്ടാനും പറ്റും കുറയ്ക്കാനും പറ്റും. അതുപോലെ തന്നെ ഇതിന്റെ സെന്ററിൽ നമുക്ക് ലൈറ്റ് ഉണ്ട്. രാത്രിയിൽ നമുക്ക് ഈ ഫാനിന്റെ സെന്ററിലെ ലൈറ്റ് ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ റൂമിലേക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചവും കിട്ടും. അപ്പൊ അങ്ങനെയുള്ള ബെനിഫിറ്റ്സ് ഒക്കെ നമ്മുടെ BLDC ഫാനിലുണ്ട്. അപ്പോ പെട്ടെന്ന് ഇത്രയും കോസ്റ്റ് ആയിട്ടുള്ള ഒരു ഫാൻ വാങ്ങി എല്ലാവരും വീട്ടിലിടണമെന്നല്ല. ഫാൻ ഒക്കെ കംപ്ലൈന്റ് ആയി കഴിഞ്ഞ് മാറുന്ന സമയത്ത് ഇനിയുള്ള കാലഘട്ടങ്ങളിൽ നമ്മൾ ഫാനിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ BLDC ഫാൻ വാങ്ങാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമ്പനിയുടെ മേടിക്കാം. നല്ല ബ്രാൻഡഡ് ആയിട്ട് വാറണ്ടി അധികം കിട്ടുന്ന തരത്തിലുള്ള കമ്പനിയാണ്. അത് വാറണ്ടി മാത്രമല്ല, നമുക്ക് വീട്ടിൽ വന്ന് സർവീസ് ചെയ്ത് തരാൻ പറ്റുന്ന കമ്പനികളും ആയിരിക്കണം. ആറ്റംബർഗിന്റെ കമ്പനി വീട്ടിൽ വന്ന് നമുക്ക് സർവീസ് ചെയ്ത് തരുന്നുണ്ട്. അപ്പൊ ബാക്കി ഒരുവിധം കമ്പനികളും അങ്ങനെ ചെയ്തു തരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കമ്പനികൾ ചോദിച്ചറിഞ്ഞതിന് ശേഷം നമ്മൾ വാങ്ങാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഈ ഒരു BLDC ഫാനിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഈ ഒരു BLDC ഫാൻ നമുക്ക് റെഗുലേറ്റർ ഇല്ലാതെ നേരിട്ടാണ് കറണ്ടിൽ കണക്ഷൻ കൊടുക്കുക. അപ്പൊ പുതിയ വീടുകളൊക്കെ ചെയ്യുന്ന ആളുകൾ വീട് വയറിങ് ചെയ്യണ സമയത്ത് നമുക്ക് ഈ പറയുന്ന പോലെ റെഗുലേറ്റർ പിടിപ്പിക്കേണ്ട കാര്യം ഇല്ല. അപ്പൊ അത് നമ്മള് ഒരു പുതിയ വീടൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും അത് വയറിങ്ങിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. കാരണം നമ്മൾ അതിനകത്ത് റെഗുലേറ്റർ പിടിപ്പിച്ച് വെറുതെ ഒരു 10-300 രൂപ വേസ്റ്റ് ആക്കേണ്ട കാര്യമില്ല. കാരണം BLDC ഫാൻ ആണ് പിടിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് കണക്ഷൻ കൊടുക്കാം, സ്വിച്ച് മാത്രം കൊടുത്താൽ മതി. പിന്നെ ഇന്ന് നിലവില് നമുക്ക് അവൈലബിൾ ആണ് സാധാരണ ഫാന് നമുക്ക് BLDC ഫാനിലേക്ക് കൺവേർഷൻ ചെയ്യാനുള്ള കിറ്റുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പൊ അതിന് അതിൻ്റെതായ പരിമിതികളുണ്ട്. നമ്മള് ഫാൻ അഴിച്ചെടുത്തു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ മാഗ്നറ്റും റോട്ടറും കാര്യങ്ങളെല്ലാം ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോ ഇത് നമ്മള് ഒരു സൂപ്പർ ഗ്ലൂവും കാര്യങ്ങളൊക്കെ വെച്ച് ഈ മാഗ്നറ്റ് ഇവിടെ ഒട്ടിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ ബോർഡ് ഒരു അഡ്ജസ്റ്റ്മെന്റ് ലെവലിലാണ് പിടിപ്പിക്കുന്നത്. അപ്പോൾ നമ്മള് ഒരു കമ്പനി ഫാൻ വാങ്ങുന്ന തരത്തിലുള്ള പെർഫോമൻസ് നമ്മളുടെ BLDC ഫാനിന്റെ കിറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ കിട്ടാനായിട്ട് പ്രയാസമായിരിക്കും. മാത്രമല്ല ചില ആളുകൾ നമ്മുടെ BLDC ഫാൻ കിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതിനൊപ്പം വാറണ്ടി കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാൽ കൂടി നമ്മളൊരു കമ്പനി ബ്രാൻഡഡ് ആയിട്ടുള്ള ഏതെങ്കിലും വാറണ്ടി ആയിട്ടുള്ള ഫാൻ വാങ്ങാനായിട്ട് ശ്രമിക്കുക. കാരണം ഇതിന്റെ കിറ്റ് തന്നെ ഏകദേശം 1300 രൂപ അല്ലെങ്കിൽ 1400 രൂപ റേഞ്ചിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഒരു പുതിയ ഫാൻ വാങ്ങുകയാണെങ്കിൽ ഏകദേശം ഒരു 3100 രൂപ 3200 രൂപയ്ക്ക് നമുക്ക് ഒരു പുതിയ ഒരു 2-3 വർഷം വാറണ്ടി ഉള്ള ഒരു BLDC ഫാൻ അവൈലബിൾ ആയിരിക്കും. അപ്പൊ ഈ ഒരു BLDC ഫാൻ നമ്മൾ വാങ്ങി നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള വേറൊരു കേസ്, നമ്മൾ മഴക്കാലത്ത് BLDC ഫാൻ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാൻ പറ്റും ഇടിമിന്നൽ ഉണ്ടാവാം, വോൾട്ടേജ് കൂടുതലും കയറി ഇറങ്ങലൊക്കെ വരാം. നല്ല ഇടിമിന്നലുള്ള സമയത്ത് സാധാരണ ഫാൻ നമുക്ക് ഒരുവിധം ധൈര്യത്തോടു കൂടി യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം അതിനകത്ത് വലിയ കാര്യമായിട്ട് പോകാനായിട്ടുണ്ടാവില്ല. ചിലപ്പോൾ കപ്പാസിറ്റർ മാത്രമേ പോവുള്ളൂ. നല്ല ഇടിമിന്നൽ വന്നാൽ ചിലപ്പോൾ അതിനകത്തെ കോയിലൊക്കെ കത്തിപ്പോവാം. പക്ഷെ അതൊരു വലിയ നാശനഷ്ടം നമുക്ക് ഉണ്ടാക്കില്ല. പക്ഷെ ഒരു BLDC ഫാനെ സംബന്ധിച്ചിടത്തോളം നമ്മള് എന്തെങ്കിലും കാരണവശാല് ഒരു ഇടിമിന്നലൊക്കെ വന്നു കഴിഞ്ഞാൽ, നല്ല രീതിയിലുള്ള ഇടിമിന്നലോ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ഇടിമിന്നലോ വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് ഇതിന് ആദ്യം ഡാമേജ് ആവാം. ഒന്നുകിൽ ഇതിന്റെ മുകളിലത്തെ DC സർക്യൂട്ട്, അതല്ലെങ്കിൽ ഇതിന്റെ ബോർഡ്. അതായത് ഈ BLDC ഫാനെ കൺട്രോൾ ചെയ്യണ ബോർഡ് ഇലക്ട്രോണിക് ബോർഡാണ്. ഇത് നമുക്ക് സാധാരണ കിറ്റിൽ ഉപയോഗിക്കുന്ന ഇതുപോലത്തെ ബോർഡുകൾ ഉണ്ടാവും. ഇത് സാധാരണ ഫാനിനെ BLDCയിലേക്ക് കൺവേർഷൻ ചെയ്യണ കിറ്റിന്റെ ബോർഡാണ്. അപ്പൊ ഇതുപോലത്തെ ഇതിലും ചെറിയൊരു ബോർഡ് നമ്മുടെ ഈ BLDC ഫാനിന്റെ അകത്തുണ്ടായിരിക്കും. അപ്പൊ ഈ ഒരു ബോർഡിന് പ്രത്യേകിച്ച് ഇലക്ട്രോണിക്സ് കമ്പോണന്റ് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വോൾട്ടേജ് കൂടുതലോ കുറവോ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ ഒരു കിറ്റ് അടിച്ചു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. വേറെ ഒന്നും കംപ്ലൈന്റ് ആവില്ല, ഈ ഫാനിന്റെ കിറ്റ് ഡാമേജ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അങ്ങനെ ഇടിമിന്നലുള്ള സമയത്ത് നമ്മള് മാക്സിമം മെയിൻ സ്വിച്ചും അതുപോലെ ELCBയും ഓഫ് ചെയ്തിട്ടതിന് ശേഷം ഇൻവെർട്ടറിൽ യൂസ് ചെയ്താൽ ഒരു പരിധി വരെ നമുക്ക് ഈ BLDC ഫാനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കും.
ഇപ്പൊ ഇടിമിന്നല് ഒരു പരിധിയിലധികം ലെവലില് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ടാലും ELCB ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാലും കാര്യമൊന്നുമില്ല, പോകാനുള്ളത് പോകും. എന്നാലും ഒരു പരിധി വരെ നമ്മുടെ മെയിൻ സ്വിച്ച് അതുപോലെ തന്നെ MCB ഇത് ഓഫ് ചെയ്തിടുകയാണെന്നുണ്ടെങ്കിൽ ഇൻവെർട്ടർ ഉണ്ട് എങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് വൈകുന്നേരം ഇടിമിന്നലുള്ള സമയത്ത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം സാധാരണ ഒരു ഫാൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല. ഇടിമിന്നൽ ഉണ്ടെങ്കിൽ നമുക്ക് സാധാരണ കറണ്ടിൽ യൂസ് ചെയ്യാം. ഡാമേജ് ആയി കഴിഞ്ഞാൽ നമുക്ക് അത്രയും കോസ്റ്റ് വരില്ല. പക്ഷെ ഇതിന്റെ ബോർഡ് എന്ന് പറയുന്നത് ഏകദേശം 800 രൂപ 900 രൂപ ആ റേഞ്ചിലേക്കാണ് വരുന്നത്. അപ്പോൾ BLDC ഫാൻ വാങ്ങുന്നവര് ഒപ്പം ഒരു ഇൻവെർട്ടറിന്റെ സെറ്റപ്പും കൂടി ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മഴക്കാലം സമയങ്ങളിൽ നമുക്ക് ഇടിമിന്നലോ കാര്യങ്ങളോ വരുന്ന സമയത്ത് മെയിൻ സ്വിച്ച് ഓഫ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ വേറൊരു ബെനിഫിറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഫാനിനെ അപേക്ഷിച്ച് 3 ഇരട്ടി ടൈം നമുക്ക് ഈ ഒരു ഫാനിൽ ലൈഫ് കിട്ടും, എന്നുവെച്ചാൽ ബാക്കപ്പ് കിട്ടും. എന്ന് വെച്ചാൽ നമുക്ക് സാധാരണ ഫാനിൽ ഇപ്പോൾ ഒരു 3 മണിക്കൂറാണ് ബാക്കപ്പ് കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഒരു BLDC ഫാൻ ആണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, സാധാരണ ഫാനിന് 90 വാട്ടാണ് വരണമെന്നുണ്ടെങ്കിൽ BLDC ഫാൻ ഒരു 28-30 വാട്ടൊക്കെ വരണുള്ളൂ എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 3 ഇരട്ടി ടൈം ബാക്കപ്പ് കിട്ടും. എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് വൈകുന്നേരം ഒരു ഇടിമിന്നലോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇൻവെർട്ടറിൽ നേരം വെളുക്കുന്ന വരെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ സാധാരണ ഫാൻ ആണെങ്കിൽ അത്രയും ബാക്കപ്പ് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അപ്പൊ ഇതാണ് ഒരു ബെനിഫിറ്റ് BLDC ഫാനിന്റെ. അതോടൊപ്പം തന്നെ ഈ ഒരു ഇടിമിന്നൽ സമയത്ത് നമ്മൾ വേണ്ടത്ര കെയർ BLDC ഫാന് കൊടുക്കണം. കാരണം അതൊരു വലിയൊരു ഇഷ്യൂ തന്നെയാണ്. കാരണം ഇതുവരെ എൻ്റെ വീട്ടില് BLDC ഫാൻ ഇതുവരെ കംപ്ലൈന്റ് ആയിട്ടില്ല ഇടിമിന്നലില്. പക്ഷെ നമ്മുടെ ഒപ്പം ഫ്രണ്ട്സിന്റെ ചില ഏരിയകളിലൊക്കെ BLDC ഫാൻ നല്ല ഇടിമിന്നൽ വന്നു കഴിഞ്ഞപ്പോൾ കംപ്ലൈന്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇതൊരു ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മൾ ഇടിമിന്നൽ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ വീട്ടിലെ TV കാര്യങ്ങളൊക്കെ പ്രൊട്ടക്ട് ചെയ്യണ പോലെ തന്നെ BLDC ഫാനും ഒരു കെയർ വേണം. അങ്ങനെ കെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കറണ്ട് ബില്ല് ഏറ്റവും കുറഞ്ഞ ലെവലിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഞാൻ നേരത്തെ വീഡിയോ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഏറ്റവും കൂടുതൽ 24 ഹവറും വർക്ക് ആവുന്ന ഒരു സാധനമാണ് ഇൻവെർട്ടർ ടൈപ്പ് ഫ്രിഡ്ജ്. ഇപ്പൊ ഈ ഒരു ഫ്രിഡ്ജിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇലക്ട്രിസിറ്റി കൺസപ്ഷൻ വളരെ കുറവായിരിക്കും. ഇപ്പോൾ നമുക്കറിയാൻ പറ്റും പഴയ ഫ്രിഡ്ജൊക്കെ ആകുമ്പോൾ നമുക്ക് വർക്കിംഗ് ഒക്കെ പക്കയായിരിക്കും, പക്ഷെ അതിനകത്ത് യൂസ് ചെയ്യണ ഇലക്ട്രിസിറ്റി വളരെ കൂടുതലായിരിക്കും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 3 സ്റ്റാർ റേഞ്ചിലുള്ളതാണ്. അപ്പോൾ ഈ BLDC ഫാൻ എന്ന് പറയുന്നത് 5 സ്റ്റാർ റേഞ്ചിലാണ്. അതുപോലെ തന്നെയാണ് 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഫ്രിഡ്ജും. ഫ്രിഡ്ജിന്റെ ഈ ഇൻവെർട്ടർ ടൈപ്പ് ഫ്രിഡ്ജിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതിലെ കംപ്രസർ എപ്പോഴും ഓഫ് ആവില്ല. അപ്പൊ ഏറ്റവും കൂടുതൽ കറണ്ട് നമ്മൾ വലിക്കുന്നത് ഫ്രിഡ്ജിന്റെ കംപ്രസറാണ്. ഈ കംപ്രസർ ഓൺ ആവുന്നതും ഓഫ് ആയിട്ട് ഓൺ ആവുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ കറണ്ട് നമുക്ക് കൺസപ്ഷൻ കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ ഇൻവെർട്ടർ ടൈപ്പ് ഫ്രിഡ്ജുകളിൽ നമുക്ക് ഫ്രിഡ്ജ് നന്നായിട്ട് കൂളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കംപ്രസറിന്റെ സ്പീഡ് കുറഞ്ഞിട്ട് അത് വർക്ക് ചെയ്യാണ് ചെയ്യുക. ഈ ഓൺ ഓഫ് പരിപാടി വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് അതിനകത്ത് ഈ പറഞ്ഞ കറണ്ട് ബില്ല് വളരെയധികം കുറച്ച് കിട്ടാനായിട്ട് സഹായിക്കുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും ഒരു ഫ്രിഡ്ജ് വാങ്ങാനായിട്ട് നമ്മൾ കടയിൽ ചെല്ലണ സമയത്ത് 5 സ്റ്റാർ ഫ്രിഡ്ജ് തന്നെ സെലക്ട് ചെയ്യുക. അതിന്റെ ഫ്രണ്ടിൽ നിങ്ങൾക്ക് ഒരു സ്റ്റിക്കർ ഉണ്ടായിരിക്കും, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അത്. അപ്പൊ ആ സ്റ്റിക്കറിൽ നമുക്ക് അവര് ടെസ്റ്റ് ചെയ്തിട്ട് അവരൊരു 1 ഇയറിൽ ടെസ്റ്റ് ചെയ്തിട്ട് എത്ര യൂണിറ്റ് കറണ്ട് അതിനകത്ത് അവർക്ക് ആവശ്യമായിട്ട് വന്നു ആ ഫ്രിഡ്ജ് വർക്ക് ചെയ്യാന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അത് നോക്കിയിട്ട് വേണം നമ്മൾ ഫ്രിഡ്ജ് സെലക്ട് ചെയ്യാനും വാങ്ങാനായിട്ടും. അപ്പൊ 5 സ്റ്റാർ ഫ്രിഡ്ജ് ഉണ്ടെങ്കിൽ തന്നെ, പ്രത്യേകിച്ച് ഇൻവെർട്ടർ ടൈപ്പ് ഫ്രിഡ്ജ് ഉണ്ടെങ്കിൽ തന്നെ ഒന്നാമത് ഇൻവെർട്ടറിൽ കണക്ട് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം. സോളാർ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഇൻവെർട്ടറിൽ കണക്ട് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് കറണ്ട് ബില്ല് മാക്സിമം കുറച്ച് തരാനായിട്ട് ഈ ഫ്രിഡ്ജ് സഹായിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് അതിന്റെ ഒരു സ്റ്റിക്കർ 5 സ്റ്റാർ സ്റ്റിക്കർ എങ്ങനെയാണ് അതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് സ്റ്റിക്കറിൽ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഞാൻ പറഞ്ഞ ഇൻവെർട്ടർ ടൈപ്പ് ഫ്രിഡ്ജ് എന്ന് പറയുന്നത്. അപ്പൊ അത് നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഇതുപോലെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടാവും. ഇതിന്റെ കംപ്രസറിനൊക്കെ 10 വർഷം വാറണ്ടി ഉണ്ടെന്നാണ് അവകാശപ്പെടുന്നത്. നമ്മുടെ വേൾപൂൾ എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനിയുടെയാണ്. അപ്പൊ നമ്മൾ നോക്കുക, ഫ്രിഡ്ജ് വാങ്ങാനായിട്ട് ചെല്ലുമ്പോൾ ഇതുപോലെ 5 സ്റ്റാർ അവരുടെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടാവും. 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഫ്രിഡ്ജ് വാങ്ങാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പൊ ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും, അവിടെ കണ്ടോ ഇലക്ട്രിസിറ്റി കൺസപ്ഷൻ 133 യൂണിറ്റ് പെർ ഇയർ. അപ്പൊ ഇത് നോക്കിയിട്ട് വേണം നമ്മൾ എപ്പോഴും ഒരു ഫ്രിഡ്ജ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം എന്താ വെച്ചാൽ ഏറ്റവും കുറവ് ഇപ്പൊ ഇതിലും താഴെ കൺസപ്ഷൻ ഉള്ള ഫ്രിഡ്ജൊക്കെ നമുക്ക് അവൈലബിൾ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് 2 വർഷം മുമ്പ് നമ്മൾ വാങ്ങിയിട്ടുള്ള ഫ്രിഡ്ജാണ്. അപ്പൊ ഇത് നോക്കിയിട്ട് വേണം നമ്മൾ എപ്പോഴും
ഫ്രിഡ്ജ് വാങ്ങാനായിട്ട്. അപ്പോൾ 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ളത് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ, കാരണം നമുക്ക് 24 മണിക്കൂറും വർക്ക് ചെയ്യുന്ന, ഒരു വീട്ടിൽ 24 മണിക്കൂറും വർക്ക് ചെയ്യുന്ന, കറണ്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു സാധനമാണ് ഫ്രിഡ്ജ്. അപ്പോൾ ഇത് ഏറ്റവും കുറഞ്ഞ ലെവലിലല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ വെറുതെ കറണ്ട് ബില്ല് നമുക്ക് കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇത് എപ്പോഴും ശ്രദ്ധിക്കുക. ഒരുപാട് പഴക്കം ചെന്നിട്ടുള്ള ഫ്രിഡ്ജുകളാണെന്നുണ്ടെങ്കിൽ നമ്മളത് മാറ്റാനായിട്ട് ശ്രമിക്കുക. കാരണം ഇല്ലെങ്കിൽ കറണ്ട് ബില്ല് നിൽക്കില്ല. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ ഒരു ഓപ്ഷൻ ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ഒരു ദിവസം ഫ്രിഡ്ജ് ഓഫ് ആക്കിയിട്ടിട്ട് എത്ര യൂണിറ്റ് കറണ്ട് വരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ നോക്കി നോക്കാം മീറ്ററിൽ. അപ്പോൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഞാൻ ഇന്ന് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ള വീഡിയോ നമ്മുടെ ഒരു സാധാരണക്കാരന്റെ വീട്ടിലെ കറണ്ട് ബില്ല് സോളാർ ഇല്ലാതെ നമുക്ക് എങ്ങനെ കുറയ്ക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്തത്. അപ്പൊ ഇതിന്റെ കൂട്ടത്തിൽ ഒരു സോളാർ സപ്പോർട്ട് കൂടി കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ കറണ്ട് ബില്ല് കുറഞ്ഞു വരും. ഇല്ല എങ്കിൽ ഒരു ഇൻവെർട്ടർ ബാക്കപ്പ്, എനിക്ക് തോന്നുന്നു ഒരുമാതിരി ആൾക്കാരുടെ വീടുകളിൽ ഇൻവെർട്ടർ ബാക്കപ്പ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വീടുകളിൽ നമുക്ക് പലർക്കും അറിയാത്ത കേസാണ്, ഈ പറഞ്ഞ പോലെ BLDC ഫാൻ വാങ്ങി നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ആമസോണിൽ അവൈലബിൾ ആണ്. ഇപ്പം നമ്മുടെ എല്ലാ മാർക്കറ്റ് കടകളിലും നമുക്ക് BLDC ഫാൻ അവൈലബിൾ ആണ്. കുറച്ച് പ്രൈസ് കൂടുതലുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഫാനുകൾ വാങ്ങി യൂസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും കുറഞ്ഞ കൺസപ്ഷനുള്ള ബൾബുകളുടെ കാര്യങ്ങൾ എടുക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഏറ്റവും കുറഞ്ഞ വാട്ടുള്ള ബൾബുകൾ, അതുപോലെ തന്നെ ഏറ്റവും കുറഞ്ഞ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യണ ഡിവൈസുകളായിരിക്കണം നമ്മൾ എപ്പോഴും വാങ്ങേണ്ടത്. അപ്പം അങ്ങനെ വാങ്ങി യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കറണ്ട് ബില്ല് ഈ പറഞ്ഞ ഏറ്റവും കുറഞ്ഞ ലെവലിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും. ഈ വീഡിയോ മനസ്സിലാക്കിയിട്ടുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്സ്.